അടുത്ത 5 ദിവസത്തേക്ക് ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനസ, സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന ഒരു സാഹചര്യം, ആശ്വാസ മഴ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 3 ജില്ലകളിലാണ് അലർട്ടുകളുള്ളത്. അലർട്ടുകൾ എങ്ങനെ? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ അല്പസമയം മുൻപാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പൊക്കെയും സംസ്ഥാനത്ത് പുറപ്പെടുവിച്ചത്. അതിനിടയിലാണ് വേനൽ മഴ ലഭിക്കുമെന്ന ആശ്വാസ വാർത്തയും കൂടി അതിനൊപ്പം തന്നെ എത്തുന്നത്. ഏതായാലും വരുന്ന 5 ദിവസം കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലായി മഴ ലഭിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വിവിധ ജില്ലകളിലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി ഇടുക്കി, മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ 11-ാം തീയതി പത്തനംതിട്ട ജില്ലയിലുമാണ് മഞ്ഞ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വരുന്ന ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്ന് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ചില ഇടങ്ങളിലൊക്കെയും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനിടയിൽ ഇത്തരത്തിൽ മഴ പ്രവചനം വലിയൊരു ആശ്വാസ വാർത്ത കൂടിയാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ചൂടിന് അല്പം ആശ്വാസം തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആശങ്ക ഇല്ലാതാക്കുന്ന രീതിയിൽ മഴയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. മാനസ, അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത് ഉഷ്ണതരംഗത്തെ പറ്റിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗം ഉണ്ടാകും എന്ന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് യെല്ലോ അലേർട്ടുകളും ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചൂടുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും അല്പസമയം മുൻപാണ് ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു പാലക്കാട്, അതോടൊപ്പം തന്നെ തൃശൂർ, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലൊക്കെയും ഉഷ്ണതരംഗ സാധ്യത നിലനിന്നിരുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ, അതായത് അതിന് ശേഷം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടാകും. അതീവ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് ജില്ലകളിൽ നാളെ വരെ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടതിന്റെ, അല്ലെങ്കിൽ തീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെ സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വന്നത്. അതിനിടയിലാണ് മറ്റ് ജില്ലകളിലൊക്കെയും മഞ്ഞ അലർട്ടും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. പാലക്കാട് ജില്ലയിൽ നിലവിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പോകും. അതോടൊപ്പം തന്നെ ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്തും മലപ്പുറത്തും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, മാനസ മനോജാണ് സംസ്ഥാനത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച അലേർട്ടുകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പോൾ മഴ, അടുത്ത 5 ദിവസത്തേക്ക് മഴ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ഞ അലേർട്ട് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗ സാധ്യത, ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ചൂടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവരങ്ങളാണ് മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. ഇടവേള.